എന്താണ് ആൾ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ പാതയിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തുന്നാണോ? ആ രീതിക്കാണ് ജനകീയ കോടതിയിൽ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോകും. വെളുപ്പിന് 4 മണിക്കൊക്കെ വെക്കുന്ന ഷോകളിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്കങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ OTTക്ക് വെയിറ്റ് ചെയ്യുന്ന ഫിലിമാണ് രാമചന്ദ്ര ബോസൻകോ. അപ്പോൾ അത് കുറേ ആയി പെൻഡിങ്ങിൽ വരുന്നത്. ഇനി എന്നാണ് വരാൻ ചാൻസ്? നല്ല ഹിറ്റൊക്കെ ആയി കഴിയുമ്പോൾ വരട്ടെ. ഇൻകം ടാക്സോ വീഡിയോ ആർക്ക് വേണേലും വരാലോ. ഈ കേരളത്തിലെ വലിയ സൈക്കോ ഷമ്മി നമ്മുടെ ഫഹദാണ്. അപ്പം ഫഹദിന്റെ വെല്ലുവോ സൈക്കോ ബിനു? 20-ാം തീയതി നല്ലത്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും സാമ്യമുണ്ടോ രണ്ടാളും തമ്മിലുള്ള ഏതെങ്കിലും? ഇല്ല, രണ്ടും രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ക്യാരക്ടറിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഷമ്മിയുടേത് എൻ്റെ ഡിഫറെന്റ് ആണ്. നമ്മുടെ ഈ ഒരു സാമ്യം, ഒരേ ഒരു സാമ്യം. ചേച്ചി ഇപ്പൊ കുറച്ചു മുമ്പ് ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ഇഡിയുമായി ബന്ധപ്പെട്ട കർണാടകയിൽ ഒരു സംഭവം പറഞ്ഞില്ലേ? അല്ല, ഇഡി എന്നുള്ള പേര് അല്ല അതിലേക്ക് തന്നെ ചേച്ചി പറഞ്ഞ കർണാടകയിൽ ഇഡിയുമായി ബന്ധപ്പെട്ട ഒരു അർത്ഥം വെച്ചിരുന്നല്ലോ. അത് ഒന്നും കൂടെ ഒന്ന് പറയാം ചേച്ചി. ഇടി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ എന്നാണ്. മുഴുവൻ, കംപ്ലീറ്റ്, മുഴുവൻ. അതിന്റെ ഒരു കംപ്ലീറ്റ് ഫിലിമാണ് ഇടി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കന്നഡയിലെ ഡബിങ് ചെയ്തു എന്ന് വെച്ചു. അപ്പോ ഇത് എക്സ്ട്രാ ഡീസന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും. ഇടി, മുഴുവൻ, കംപ്ലീറ്റ് ഫിലിം. ഇത് ലിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചോ ഇഡിയുമായിട്ട് എന്താ ബന്ധം? കന്നഡ ഇഡി ആയിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഇംഗ്ലീഷ് എക്സ്ട്രാ ഡീസന്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ലിസ്റ്റിനുള്ള ബന്ധം ഇഡിയുമായിട്ട് ആത്മാർത്ഥ ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിക്കണമല്ലോ ചേച്ചി ഒന്ന്. എന്താണ് ആ മൈക്കൊന്ന് കൊടുക്കോ? നീ എന്നെ ഇവിടെ ഇരുന്ന് സിനിമ ജയിക്കാൻ സമ്മതിക്കുന്നില്ലല്ലേ? ഏതുനേരം അവിടെ പോയി ഇന്റർവ്യൂ കൊടുക്കുന്ന സ്ഥിതി വരും. അല്ല ജീവിതത്തിലെ ഇഡിയുമായിട്ടുള്ള ഇതിന്റെ ഒരു കണക്ഷൻ ജീവിതത്തിൽ ഇപ്പം ഒത്തിരി ഇടി കയറി അങ്ങനെയല്ലേ? ഇത് സിനിമയുടെ ഇടിയാണ്. അതിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ കോട്ടം. ഇത് സിനിമയുടെ ഇടിയാണ്. അതായത് ഇപ്പം നമുക്ക് ചുമ്മാ നമ്മൾ എപ്പോഴും ഒരു പേടിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഇഡി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇഡി എന്ന് പറയുന്നത്. ഇതിപ്പം അതുകൊണ്ടിട്ടാണ് അത് ആ ഇഡിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മൾ എക്സ്ട്രാ ഡീസന്റ് എന്ന്. കാരണം നാളെ എവിടുന്ന ലെറ്റർ വരാൻ പാടില്ലല്ലോ. അല്ല, 20-ാം തീയതി കഴിയുമ്പോ ശരിക്കും ഇടി വരും. നല്ല ഹിറ്റൊക്കെ ആയി കഴിയുമ്പോൾ വരട്ടെ. ഇൻകം ടാക്സോ വീഡിയോ ആർക്ക് വേണേലും വരാലോ. ലിസ്റ്റിൻ ചേട്ടാ, ഇപ്പോൾ നീംബോളുടെ ഏറ്റവും കൂടുതൽ OTTക്ക് വെയിറ്റ് ചെയ്യുന്ന ഫിലിമാണ് രാമചന്ദ്ര ബോസൻകോ. അപ്പോൾ അത് കുറേ ആയി പെൻഡിങ്ങിൽ വരുന്നത്. ഇനി എന്നാണ് വരാൻ ചാൻസ്? ഞാനും അതെ, കുറെ നാളായി വെയിറ്റ് ചെയ്യുന്നു. പോകുന്നില്ലല്ലോ എന്നോർത്ത്. അത് നമുക്ക് വിൽക്കാനായിട്ട് ഈവൻ പറ്റിയില്ല. ബിസിനസ്സിൽ ഉണ്ടല്ലോ ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. അതുകൊണ്ടിട്ട് അത് നമുക്ക് നേരത്തെ കൊടുക്കാവുന്ന ഒരു വലിയൊരു എമൗണ്ടിന് കൊടുക്കാവുന്നതായിരുന്നു. അപ്പം അത് നമ്മളിങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ അത് സാധിച്ചില്ല. അതാണ്, അതുകൊണ്ടിട്ട് കൊടുക്കാനായിട്ട് ഈവൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അന്ന് ഒരു വലിയ എമൗണ്ട് പ്രതീക്ഷിച്ചു, അതിനോട് അനുബന്ധിച്ചൊരു വില നമുക്ക് പറഞ്ഞതാണ്. അപ്പോൾ അത് കൊടുത്തില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമ അത്രയും റിസൾട്ട് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് വില ഒട്ടും മാച്ച് ആവാത്തതുകൊണ്ടിട്ട് അതങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കും. വരുമോ? തീർച്ചയായിട്ടും. ലിസ്റ്റിനെ ഇപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ദിവസങ്ങളായിട്ട് സാന്ദ്ര തോമസിന് കുറേ ഇൻ്റർവ്യൂസ് വരുന്നു. സാന്ദ്ര തോമസ് അതിന് മറുപടി ഒരു ദിവസം പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം ജനകീയ കോടതിയിൽ സാന്ദ്ര തോമസ് പറഞ്ഞത് ലിസ്റ്റിൻ്റെ പേരുൾപ്പെടെ കാര്യങ്ങൾ വിവാദത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ആളെന്ന നിലയാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മറുപടി പറയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അനുഭവത്തോട് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം സാന്ദ്ര പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആൻഡോ ജോസഫ് തട്ടിയെടുത്തു. അതേ പാത തന്നെയാണ് ലിസ്റ്റിൻ ഇപ്പോൾ തുടരുന്നത്. ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റിൻ വന്നത്. അതേ പാതയിലേക്ക് ലിസ്റ്റിൻ മാറുന്നു എന്ന് തോന്നുന്നുവെന്ന് സാന്ദ്ര തോമസ് ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്താണ് അതിന്റെ സത്യാവസ്ഥ? എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത്? അതായത് എന്താണ് ചോദ്യം? അതായത് ഞാൻ സിനിമ തട്ടിയെടുക്കുന്നു, ആ പാതയിലേക്ക് ലിസ്റ്റിൻ പോകുന്നു. അത് എന്താണ് ആൾ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ പാതയിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തുന്നാണോ? ആ രീതിക്കാണ് ജനകീയ കോടതിയിൽ പറഞ്ഞത്. അപ്പൊ എന്താണ് അത്തരം ഒരു പരാമർശം ലിസ്റ്റിനെതിരെ പരാമർശം? ലിസ്റ്റിന് അത് സമൂഹത്തിൽ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറാണ്.
ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ ഇഷ്ടംപോലെ സിനിമ ചെയ്യുന്നു, അത്തരം ഒരു ആരോപണം വരികയാണ് ലിസ്റ്റിനെതിരെ. അല്ല അങ്ങനെയല്ല. ഇപ്പം സാന്ദ്ര എൻ്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി. ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു നുണ പറയാനായിട്ട് ഇപ്പം പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ എല്ലാവർക്കും ഇതുവരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് അന്ന് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പം ഈവൻ ജാമ്യം എടുക്കും, SIT പോയി അതിന് ആൻസറൊക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനെ അഗനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ സാന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു സംഘടനയാണ്, നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഈവൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡന്റാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററാണ്. അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു ബൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. ഇപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ 27,000 വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും. അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ്. അപ്പം ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ 20,000 രൂപയും 25,000 രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട്. കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആൻഡ്രോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം. ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല. കാരണം 21 അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവിൽ മൊത്തത്തിൽ. അതിൻ്റെ അകത്തൊരു പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്, 2 ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട്. അപ്പം അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് അത് ഈ 2 വർഷത്തെ ാണ് ഈ ടീം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ഈ സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പൊ ഇവൻ പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത്, ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം, ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ. ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പൊ ഇവനുണ്ടാവും. ഇപ്പോൾ പലപ്പോഴും ഈ വലിയ IPL വരുന്ന പടങ്ങളൊക്കെ വൻ പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളാണ് കൂടുതലായിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ലിസ്റ്റിൻ ചേട്ടനാണ് കുറേ പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഇപ്പോൾ പല സിനിമകളും ഓവർ റേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ ഈ വലിയ റിസ്ക് എടുത്തിട്ടാണ് സിനിമകൾ എടുക്കുന്നത്. കാരണം നമ്മളെ വിജയുടെയൊക്കെ കണ്ടിന്യൂസ് 3-4 സിനിമകൾ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം സിനിമകൾ ഒരു MG രൂപത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുകയാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായ ഭീമമായിട്ടുള്ള വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിനോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒറ്റ ദിവസത്തെ റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഇറങ്ങി വന്ന പല സിനിമകളും വൻ പരാജയമാണ് ആകുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന 1-2 സിനിമകളുടെയൊക്കെ ലോസ് എന്ന് പറയുന്നത് 10-15 കോടി രൂപ ലോസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ ഫീൽഡിൽ തന്നെ നിൽക്കാനായിട്ട് ഇവൻ പറ്റൂല. അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നമ്മൾ വിശ്വസിക്കുന്ന കണ്ടന്റുകളിൽ വിശ്വസിക്കുക, കണ്ടന്റ് നല്ലതായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ കിട്ടുന്ന സിനിമകൾ മാത്രം നമ്മൾ ചെയ്യുക. പിന്നെ ഈ ഹൈപ്പ് കൊടുത്ത് വരുന്ന സിനിമകൾക്ക് നമ്മൾ അതുപോലെ എന്താ പറയുക, കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോകും. വെളുപ്പിന് 4 മണിക്കൊക്കെ വെക്കുന്ന ഷോകളിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്കങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് വന്നുകൊണ്ടിട്ടിരിക്കുന്നത്. സോ ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയെ പറ്റി നമ്മളിപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടൊക്കെ ഇപ്പം പറയുന്നത്, ഞങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയുന്നു. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുള്ളവരാണ്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. സോ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കരുത്തുറ്റ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയാറ്. അപ്പോൾ അല്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിവേഴ്സ് ഗിയറിൽ തിരിച്ചു വരുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. സിനിമ ഇനി ഇറങ്ങാനായിട്ടൊരു 3 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഈ സിനിമ 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു മികച്ച നല്ല സിനിമയായിരിക്കും. സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം ഏത് രീതിയിൽ എത്രത്തോളം പോയി അതിനെ ടച്ച് ചെയ്യും എന്നുള്ളത് അറിയില്ല. ഇപ്പം 50 കോടിയാണോ 25 കോടിയാണോ 100. പക്ഷെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും. ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ബാനറിലായിക്കോട്ടെ, വിലാസിനി സിനിമാസിന്റെ ബാനറിലായിക്കോട്ടെ, ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനിക്കാവുന്ന സിനിമ, ഇറ്റ്സ് എ ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇത് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ളത് ഞാൻ
എംബോസിഷൻ എഴുതിയ സ്കൂൾ ടൈമിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു. ഇഡി ക്രിസ്മസ് തൂക്കോ? തീർച്ചയായിട്ടും സ്റ്റാറുകൾ തൂക്കുന്നുണ്ട് ഇഷ്ടംപോലെ ക്രിസ്മസിന്. അതിന്റെ കൂടെ ഇഡി വന്ന് നമ്മളെ തൂക്കാതിരുന്നോ, പക്ഷെ നമ്മള് ഇഡിനെ തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടിട്ടാണ് ജനുവരി 10-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമ പ്രീപോണ്ട് ചെയ്ത് നമ്മൾ ഡിസംബർ 20-ാം തീയതി മറ്റ് സിനിമകൾക്കൊപ്പം മത്സരിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നോക്കാന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് ആക്ച്വലി. നമുക്ക് തനിയായിട്ട് റിലീസ് ഉള്ളപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ സിംഗിൾ റിലീസ് കിട്ടുന്ന ഡേറ്റ് നോക്കി റിലീസ് ചെയ്യാനായിട്ട് PVN പറ്റും. അല്ലെങ്കിൽ മറ്റ് സിനിമകൾ ഒപ്പം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ആഴ്ച ചെയ്യാം, നിങ്ങൾ അടുത്ത ആഴ്ച ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കിയൊക്കെ ഞങ്ങൾക്ക് സിനിമകൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഡിസംബറിന് തന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു സിനിമയെ 20-ാം തീയതി വന്ന് പ്ലേസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഈ സിനിമയോടുള്ള 100% വിശ്വാസം കൊണ്ടിട്ട് തന്നെ നോക്കാം.